കോവളം ഭഗത് റൂഫസിനെ നെഞ്ചിലേറ്റിക്കഴിഞ്ഞു. ഒരു മാറ്റം അനിവാര്യമാണെന്ന് കോവളത്തെ മണ്ഡലത്തിലുള്ള ജനം തീരുമാനിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിൽ വരുന്ന വിഴിഞ്ഞമാകട്ടെ, പൂവാറാകട്ടെ, കരിങ്കുളമാകട്ടെ, കല്ലൂരാകട്ടെ, ബാലരാമപുരമാകട്ടെ എല്ലാ പഞ്ചായത്തുകളിലും ഭഗത്ത് തന്നെ അവരുടെ സാരഥിയായി വരണം, അവരുടെ MLA ആയി വരണമെന്ന ആഗ്രഹമാണ് എങ്ങും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പത്രിക സമർപ്പണത്തിന് കണ്ട ആവേശവും ഉജ്ജ്വലമായ നേതാക്കളുടെ സാന്നിധ്യവുമൊക്കെ അത് തന്നെയാണ് വിളിച്ചു പറയുന്നത്. മത്സ്യ മേഖലയിൽ പോയി കഴിഞ്ഞാൽ ഭഗത്തിന് കൃത്യമായ കാര്യങ്ങൾ അടയാളപ്പെടുത്തി പറയാനുണ്ട്. മത്സ്യമേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെങ്കിൽ സ്ഥലത്തെ ജനപ്രതിനിധി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 10 വർഷവും കോവളത്തെ പ്രതിനിധീകരിച്ച UDFന്റെ MLA ഇക്കാര്യത്തിൽ വളരെ പിന്നാക്കം പോയി. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നതിനോ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ യാതൊന്നും ചെയ്തില്ല എന്ന കുറ്റവിചാരണയാണ് വിൻസെന്റിനെതിരെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന വലിയ ആരോപണം. ഹൈമാസ് ലൈറ്റുകൾ വച്ചാൽ മാത്രം ഒരു MLAയുടെ പ്രവർത്തന മണ്ഡലം പൂർത്തിയാകുമോ എന്ന് ചോദിക്കുന്നവരും ധാരാളമുണ്ട്. അതുപോലെ തന്നെ നാട്ടിലെ മറ്റ് കൊച്ചു പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ അഡ്രസ് ചെയ്യാൻ പോലും നിലവിലുള്ള MLA തയ്യാറായിട്ടില്ല എന്ന് ജനം ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്. അവിടെയാണ് പുതിയ നായകനെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഭഗത് റൂഫസ് വെങ്ങാനൂരിലായിരിക്കുമ്പോൾ, വെങ്ങാനൂർ ഡിവിഷന്റെ പ്രതിനിധിയായി ജില്ലാ പഞ്ചായത്തിൽ എത്തുമ്പോൾ ഭഗത്ത് ധാരാളം കാര്യങ്ങൾ ആ ഒരു വാർഡിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കോവളം ഡിവിഷനിലെ 40-50% വോട്ടും അവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വെങ്ങാനൂരിൽ ഭഗത്ത് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ഭഗത്തിന്റെ പിതാവ് ശ്രീ റൂഫസ് ഡാനിയേൽ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ചെയ്തുവച്ച വികസന പ്രവർത്തനങ്ങൾ, അവർ നാടിനു വേണ്ടി സമർപ്പിത ജീവിതം നയിക്കുന്നവരാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. കോവളത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോവളം മണ്ഡലം ഭഗത് റൂഫസിനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ നെഞ്ചിൽ ഏറ്റിക്കഴിഞ്ഞു. ഇനി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന ദൌത്യം അവർക്ക് മറവിയിലുണ്ടാകില്ല. അവരത് കൃത്യമായി സാധ്യമാക്കും എന്ന പ്രതീക്ഷയാണ് ഇടത് ക്യാമ്പുകളിൽ മാത്രമല്ല നമ്മൾ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഉയരുന്ന ആവേശവും ആരവങ്ങളും ഭഗത്തിനുള്ള ജൈവിളികളാണ്, ഇടതുമുന്നണിക്കുള്ള വഴിവെട്ടലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 13 LDF പിടിച്ച് 1 UDF പിടിച്ചു. അതാണ് കോവളം മണ്ഡലം. ഇക്കുറി അത് മാറുന്നു. 14 മണ്ഡലങ്ങളിലും LDFന് മേൽക്കോയ്മയുണ്ട്. പ്രത്യേകിച്ച് കോവളം മണ്ഡലത്തിൽ ഭഗത് റൂഫസിന് തന്നെയാണ് സാധ്യത. അത് എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നടങ്കം കൈയടിച്ച് പിന്തുണയ്ക്കുന്ന ആവേശോജ്വലമായ കാഴ്ചയാണ് നമുക്ക് എങ്ങും കാണാൻ കഴിയുന്നത്.